പലപ്പോഴും നമ്മൾ ദൈവത്തിനെ എന്തുകൊണ്ടാണ് മഹത്വപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കുന്നത്? കാരണം ഒന്നാമത്തെ കാര്യം, അവൻ ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാം സൃഷ്ടിച്ചത്. ബൈബിള് ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങുന്നത്. നീ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ബൈബിളില്ലേ, നിന്നോട് എന്താ പറയണത്? ദൈവവേദന, നീ വിഷമിക്കണ്ട. ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് നിൻ്റെ നെഞ്ചിലിരിക്കുന്നത്. അവൻ നിൻ്റെ ഇല്ലായ്മകളിൽ നിന്ന്. അപ്പം അമ്മ തന്നെ എന്നാ പറയണത്? യോഹന്നാൻ്റെ സുവിശേഷം നമ്മളെപ്പോഴും വായിക്കത്തില്ല, 2:5. എന്താണ്? ഇല്ലായ്മയാണെന്നാണ് പറയണത്. രണ്ടാമത് ലോകം സൃഷ്ടിക്കാൻ നേരത്ത് അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈശോ അവൻ്റെ ആത്മാവിൽ വീണ്ടും മനുഷ്യൻ്റെ നാസികയിലേക്ക് റൂഹ എന്ന് പറഞ്ഞുകൊണ്ട് ഊതിക്കൊണ്ട് വീണ്ടും ഈ പ്രപഞ്ചത്തെ യേശുവിൽ വീണ്ടും ജനിപ്പിക്കുന്നു. നിക്കോദീമോസിനോട് പറഞ്ഞില്ലേ, എന്താ കർത്താവ് പറഞ്ഞത്? നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പടി പോലും കാണത്തില്ല. വീണ്ടും ഈ ലോകത്തെ ജനിപ്പിക്കാൻ വേണ്ടി വന്നവൻ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ജനിപ്പിക്കുന്നത്. ഈ മനുഷ്യനെ ജനിപ്പിക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്നത്, ആത്മാവിൽ ജനിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ പരിശുദ്ധാത്മാവിൽ എന്നെ വീണ്ടും ജനിപ്പിക്കുവാൻ ആത്മാവിന്റെ വചനങ്ങളാലെ വഴി നടത്തലുകളാലെ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുവാൻ കർത്താവേ എന്നെയും ദൈവ പൈതലാക്കുവാൻ എന്നിലേക്ക് ആത്മാവിനെ ആവേശിപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളിലേക്ക് ആത്മാവിനെ ഭക്ഷിക്കണമേ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചേർന്ന് പാടാം. എൻ്റെ ദൈവവേദന, നീ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, കൈകൊണ്ട്, കണ്ണുകൊണ്ട് എല്ലാം. അപ്പോഴൊക്കെ നീ വിചാരിക്കണം, നിൻ്റെ ഇല്ലായ്മയെല്ലാം വീണ്ടും ഇല്ലായ്മയിൽ നിന്ന് ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഞങ്ങളൊക്കെ പട്ടം കിട്ടുന്ന സമയത്ത് ഞങ്ങളെ ബിഷപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ റെക്ടറച്ചനാണ് ഞങ്ങളെ പഠിപ്പിച്ച റെക്ടറച്ചനാണ്. ഞാൻ ആലുവയിലാണ് പഠിച്ചത്. അപ്പോൾ ആലുവയിൽ നിന്ന് റെക്ടറച്ചനെന്ന് വരാൻ പാടായിരുന്നു. വൈസ് റെക്ടറിനെ വിട്ടു. വൈസ് റെക്ടറാണ് ഇയാളെ പട്ടം കൊടുക്കാൻ വേണ്ടി അഭിഷേകത്തിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഏതാണ്ട് ഇതുപോലെ ഒരു കർമ്മമാണ് പരിശുദ്ധ അമ്മ ചെയ്യണത്. ഇല്ലായ്മക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കർത്താവിൻ്റെ അടുത്ത്. ദൈവ പൈതലെ, നിന്നെ ഇന്ന് നിൻ്റെ അമ്മ യേശുവിൻ്റെ മുമ്പിൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കൈയിട്ടിച്ച് സ്തുതിക്കട്ടെ. ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാവരെയും അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കർത്താവിന്. ഈശോയെ ആരാധന, ഈശോയെ ആരാധന.
പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ, നമ്മളെ പരിശുദ്ധ അമ്മ ഈശോയുടെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ, അമ്മ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇല്ലായ്മയെ കർത്താവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ അമ്മ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നമ്മുടെ ഇല്ലായ്മയെ കൂടി യേശുവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുക. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജോലിയില്ല, അവളെ IELTS പാസ്സായിട്ട് അവൾ എഴുതിയിട്ട് പാസ്സാകണില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം വന്നത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ച നിയോഗങ്ങളെ അതായത് 5 പ്രാവശ്യം IELTS എഴുതി തോറ്റു. 5 പ്രാവശ്യം IELTS എഴുതി തോറ്റു. ഇപ്പോൾ 6ാമത്തെ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്ത് 6ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി പ്രകാരം പരിശുദ്ധ അമ്മ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഉടനെ യേശുവിൻ്റെ അടുത്ത്. എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? പാവം 5 പ്രാവശ്യം IELTS എഴുതിയിട്ടുണ്ട്, പക്ഷേ 5ഉം തോറ്റു. അവളുടെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്. അവളുടെ മനസ്സ് വിടിഞ്ഞ് അവർക്ക് മാർക്കും ഇല്ല. 2 കാര്യവും അമ്മ പറഞ്ഞു. അപ്പോൾ 6ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ ജയിക്കുക തന്നെയല്ല, പിന്നെ അത് ഗ്രീൻ ചാനലിലൂടെ പോണ ഭയങ്കര രസമാണ് കാണാൻ. അമ്മ നിനക്ക് മാർക്ക് തന്ന് ജയിപ്പിക്കുമ്പോൾ മാർക്ക് പത്രത്തിൽ ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് കണ്ടുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയില്ല. അമ്മ നിനക്ക് മാർക്ക് തന്ന് ജയിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ജോലി കിട്ടിയെന്നതിൻ്റെ അർത്ഥം. കൈയിടിച്ച് ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നി, അയ്യോ ഉടമ്പടി എടുക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ, ഉടമ്പടിയിലെ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ജോലി എങ്ങനെ കിട്ടും, കടമെങ്ങനെ പരിഹരിക്കും, രോഗം എങ്ങനെ സുഖപ്പെടും, നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എപ്പോഴും ദൈവം പറയുന്നതാണ്, ഇന്ന് കാണുന്ന നാളെ കാണത്തില്ലെന്ന് പറയും. മാസത്ത് പ്രശ്നങ്ങൾ കൂടുമ്പോഴേ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ബൈബിൾ എന്താ പറയണത്? നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറയും. അതാണ് സംഭവം. ഇന്ന് കാണുന്ന സിസ്റ്റ്, ഇപ്പോൾ ഉടമ്പടി ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റ് ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ വീണ്ടും സ്കാൻ ചെയ്ത് അപ്പോഴും സിസ്റ്റ് ഉണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സിസ്റ്റ് കാണുന്നില്ല. എത്ര സാക്ഷ്യം വേണം നിങ്ങൾക്ക് യൂട്യൂബിൽ? അപ്പോൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ കണ്ണീരിനെ പെടുത്തുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഇപ്പോൾ ചിലർ നമ്മളെ മാത്രം നോക്കി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കും. നമ്മളെ മാത്രം ഓഫീസുകളിലൊക്കെ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാര പണിയും ഇല്ലേ? എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓഫീസുകളിൽ ഓരോരുത്തർ അനുഭവിച്ച് കൂട്ടുന്നത്. അപ്പോൾ നമ്മളോർക്കും ദൈവമേ എന്തെല്ലാം സ്ഥലത്ത് ഇടിവെട്ടണ, അവൻ്റെ വീട്ടിൽ ഇടിവെട്ടിച്ചാൽ മതിയായിരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞു കൊണ്ടാണ്. ആ തെറ്റും ശരിയല്ല ഞാൻ അതിനെക്കുറിച്ച് പറയണത്. പക്ഷേ ഇവരൊക്കെ അവിടെ അവരൊക്കെ പൈസ ഉണ്ട്, യൂണിയനിൽ ഭയങ്കര പിടിപാടാണ്, സർക്കാരുമായിട്ട് ബന്ധമുണ്ട് ഭയങ്കര. ഇവരൊക്കെ ആരെ തൊടാനാണെന്ന് പറയും. ആരെ തൊടാനാണെന്ന് നീ ഒന്നും പറയണ്ട. അമ്മ ഇങ്ങനെ കൈ നീട്ടി അവൻ തൊട്ടിരിക്കും അവിടെ. ഞാനിവിടം വരെ എത്ര മുമ്പ് കുറേ ആൾക്കാർ ഇത് പലതരത്തിലുള്ള പണിയൊക്കെ ഇച്ചിട്ടുണ്ട്. അവസാനം പുള്ളിക്കാരത്തെ വന്ന് ഇങ്ങനെ തൊട്ടു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പോൾ നീ ഓർക്കണം, നിൻ്റെ പ്രതിയോഗികൾ നാളെ നിൻ്റെ സ്നേഹിതരായിട്ട് മാറും. ആ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്ന് പ്രഖ്യാപിച്ച് കൈവർത്തിക്കൊണ്ട് എൻ്റെ പ്രതിയോഗികൾ ദൈവനാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നാളെ എൻ്റെ സ്നേഹിതരായി മാറും. എൻ്റെ ഇല്ലായ്മകള്, എൻ്റെ രോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ പരിശുദ്ധ കുർബാനയെ സാക്ഷ്യമാക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളെ അത് സൗഖ്യമായി മാറും. എൻ്റെ കടങ്ങള് നാളെ ഈശോയുടെ നാമത്തിലെ ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളെ അത് ധനമായി മാറും. എൻ്റെ തോൽവികള്
ഈശോ നാമത്തിലെ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്റെ വിജയമായി മാറി. ശ്രദ്ധിക്കട്ടെ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും, ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദിവ്യകാരുണ്യ അനുഭവം നൽകണമേ. ഈശോയെ ആരാധന. നമ്മൾ ആ ഡേസി ജോസിൻ്റെ വിഷയമാണ് എടുത്തത് ആദ്യം, പിന്നെ ഈശോ ആത്മാവ് വരെ രീതി കൊണ്ടുപോയി. പക്ഷെ നന്നായി, വളരെ നന്നായി. ഡേസി ജോസിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മകൻ പറഞ്ഞ പോലെ നെബോഷ അത് പഠിച്ചു. പക്ഷേ ഇവർക്ക് ജോലി എവിടെ നിന്ന് കിട്ടുമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോഴറിയാവുന്നത് എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തു എന്നറിയാം, അത്രയേ ഉള്ളൂ. വേറെ അറിവൊന്നും വേണ്ട മക്കളെ, വേറെ അറിവൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ വീടും കടം വീടും അങ്ങനെ ഒരു അറിവ് വേണ്ട. അത് നിങ്ങളെ ബുദ്ധി അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നത്. നമ്മളെ വരെ ബുദ്ധി ഉപയോഗിക്കത്തില്ലേ, അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉത്കണ്ഠകളെല്ലാം ഇൻ്റലക്ച്വലായിട്ടുള്ള ആങ്സൈറ്റിയാണ്. പറഞ്ഞ് മനസ്സിലായ, നിങ്ങളെ ബുദ്ധി കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആങ്സൈറ്റി ഒരു ഇൻ്റലക്ച്വൽ ആങ്സൈറ്റിയാണ്, ബൗദ്ധികമായ. ഇപ്പം ഈ സ്ത്രീ സഹോദര ബന്ധ, അതായത് ഡെയ്സി ജോസിന് ഈ പ്രശ്നം ഉണ്ടായി. എങ്ങനെയാണ് ഇവന് രക്ഷപ്പെട്ട് വരണതിനെക്കുറിച്ച് അറിയത്തില്ല. അറിയാവുന്നത് എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് മതി, ആ ഒരു അറിവ് മതി. എന്താ കാര്യം വെച്ചാൽ, ദൈവം ഈ വിഷയത്തിൽ ഇനി തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്യണം. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ് അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ഉടമ്പടി. അത് അമ്മയുടെ മധ്യസ്ഥത്തിൽ അവൻ പറഞ്ഞതുപോലെ അല്ല, അമ്മ പറഞ്ഞ പോലെ അല്ല, ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാവുന്നു. സിമ്പിളല്ലേ? ഈശോ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളാവുന്നു. ഇപ്പം ചില സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ കൃപാസനത്തിനെതിരെ അറിയാൻ പാടില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസമൊക്കെ ചെയ്യും. പക്ഷേ ഉടനെ മറുപടിയും വരും. ആരെങ്കിലുമൊക്കെ മറുപടി പറയും. എന്താണ്? അത് അച്ഛനൊരു ഇടവക വികാരിയാണ്. കാര്യമെന്ന് വെച്ചാൽ അച്ഛന് രൂപതയുണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരക്കാനും നോക്കാനും അന്വേഷിക്കാനും ഒക്കെ രൂപതയുണ്ട്. രൂപത കഴിഞ്ഞിട്ട് KCBC ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് വരണ്ട, കൃത്യമാണ് മറുപടി. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ വിഷയങ്ങളുണ്ടാകാം. പക്ഷേ എപ്പോഴും ചില ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം ഒരു പക്ഷേ വിശ്വാസിക്ക് പലപ്പോഴും പുതുതായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കിട്ടിയ തന്ന പ്രാർത്ഥനയായത് കാരണം പല വിഷയങ്ങളും സാധാരണ ഫോർമാറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത്. ഇപ്പം തന്നെ ഈ ഡെയ്സി ജോസിൻ്റെ വിഷയം എന്താ, അവളുടെ മകന് ജോലിയില്ല എന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ വെറുതെ റോഡിലോട്ട് പോയതാണ്. ഒരു വിഷയം സ്റ്റോറി വർക്കൗട്ട് ചെയ്യണം നോക്കണം. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് വന്ന് സ്റ്റോറി വർക്കൗട്ട് ചെയ്യുന്ന രീതി നോക്കണം. ഇവൻ വെറുതെ റോഡിലോട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നു. പഴയ കൂട്ടുകാരൻ അപ്പോഴവൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനെ കണ്ട് അവനോട് പഴയ പരിചയം പുതുക്കൊന്നിടാ, ഞാൻ ജോലിയില്ലാതെ നിൽക്കുകയാണ്, അവിടെ വല്ല രക്ഷ ഉണ്ടാകുന്ന ചോദിക്കും. നമ്മൾ സാധാരണ ചോദിക്കുകയല്ലേ. അപ്പോഴവന് ഇവനോട് പറയണത്, നീ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നീ വിസിറ്റ് എടുത്ത് അങ്ങോട്ട് വരാൻ പറയും. വിസിറ്റ് എടുത്തിട്ട് ദുബായിലേക്ക് ചെല്ലാൻ പറയും. പക്ഷേ പ്രോബ്ലം എന്താണ്? അവിടെയും എടുത്തിട്ട് ചെല്ലാനേ പറയുന്നുള്ളേ, അല്ലാതെ ഒരു ജോലി കണ്ടിട്ട് പറയണമല്ല. ഇവനൊരു ജോലി ഇന്ന ആളിനോട് പറഞ്ഞിട്ട് ഇവന് കൊടുക്കാം എന്നെല്ലാം പറയണത്. സത്യം പറഞ്ഞാൽ പരുവക്കാരാണെന്ന് പറഞ്ഞാൽ മതി, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഉടമ്പടി എടുത്തില്ലെങ്കിൽ അവൻ ജോലി കണ്ടിട്ടേ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തവൻ, നീ വിസിറ്റ് എടുത്ത് വാ എന്ന് പറയുന്നവൻ ഇവൻ എന്ത് ജോലി കൊടുക്കും, എവിടുന്ന് കൊടുക്കുമെന്ന് ഇവന് ഐഡിയ ഇല്ല. അപ്പം എന്നിട്ട് അവൻ പറയണേ നീ വിസിറ്റ് എടുത്ത് വരാൻ പറയുകയാണ്. അപ്പോൾ വിസിറ്റ് എടുത്ത് വരാൻ പറയുമ്പോൾ ഇവൻ വിസിറ്റ് എടുത്ത് പോയിട്ട് ഇവൻ്റെ കൂടെ മുറി താമസിക്കുകയാണ്. പിന്നീട് കുറേ അവൻ്റെ ബയോഡേറ്റയൊക്കെ CV ഒക്കെ എല്ലായിടത്തും കൊടുത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോടത്തും വിളിയുമില്ല, പറച്ചിലും ഇല്ല. ആ കൂട്ടുകാരൻ്റെ ഭക്ഷണം കഴിച്ചാൽ അവിടെ താമസിക്കണം. അവിടെ പെട്ടെന്ന് ഒരുത്തം ആ ഫ്ലാറ്റിൻ്റെ അവിടെ ഒരുത്തം ബൈക്ക് കൊണ്ടുവന്ന് നിർത്തി. ആ ബൈക്കുകാരന് ഈ റൂംമേറ്റിന് പരിചയമുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചടാ, എൻ്റെ കൂട്ടുകാരൻ വന്ന് നിന്നിട്ട് 5-6 ദിവസമായി, നിങ്ങളുടെ കമ്പനി വല്ല രക്ഷയുണ്ടാകുന്ന ചോദിക്കും. ഇവിടെയൊക്കെ ഒന്നും ഉറപ്പുള്ള കാര്യമല്ല. ഉറപ്പില്ലാത്ത വഴികളിലൂടെ ഉടമ്പടി പോണത് നിങ്ങളറിയണം. അതായത്
അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയാൾ പറയും പാകിസ്ഥാൻകാരനാണ് മാനേജർ, എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ലെന്ന് പറയും. പാകിസ്ഥാൻകാരനാണ് മാനേജർ, പക്ഷേ എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ല, എന്നാലും നീ വാന്ന് പറയും. ഇവനവിടെ ചെല്ലും, ഇൻ്റർവ്യൂ നടക്കും. ഇൻ്റർവ്യൂ നടന്ന് ഈ പാകിസ്ഥാൻ മാനേജർ ഇവനെ ജോലിക്കെടുക്കും. അപ്പോൾ ജോലിക്കെടുക്കണമല്ല പ്രശ്നം, ജോലിക്കെടുത്തതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് ഇവന് 3 മാസം കൂടുമ്പോൾ ശമ്പളം ഇങ്ങനെ വർദ്ധിക്കും. ശമ്പളം വർദ്ധിച്ചു, 1ാമത്തെ പ്രാവശ്യം വർദ്ധിച്ചു, പിന്നെ 2ാമത്തെ 3 പ്രാവശ്യം വർദ്ധിച്ചു, 3ാമത്തെ പ്രാവശ്യം വർദ്ധിച്ചപ്പോൾ ഇത് ഇരട്ടിയായപ്പോൾ ഇവന് പേടിയായി. എന്താ കാര്യം? ഈ HR-ന് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ഇവൻ നേരെ ഈ പൈസയും കൊണ്ട് ഓഫീസിൽ ചെന്നപ്പോൾ സാറേ തെറ്റിപ്പോയിട്ടെന്ന് തോന്നണേ, എൻ്റെ ശമ്പളം വരണമെന്ന് തോന്നാമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ പറഞ്ഞു നിൻ്റെ ശമ്പളം തന്നെയാണ്, നിനക്ക് വേണ്ടെങ്കിൽ വെച്ച് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ ഇതെന്ത് സംഭവിക്കണത്? ദൈവം നമുക്ക് തരുമ്പോഴേ അമർത്തി കുലുക്കി വാഗ്ദാനങ്ങളല്ലേ. അതായത് നമ്മൾ 6:36 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്താണ്? ദൈവം തരുമ്പോഴേ. അപ്പം നിങ്ങളെന്താ സംഭവിക്കണമെന്ന് അറിയാം? ദൈവം തരുന്നതായിട്ട് കണക്കാക്കത്തില്ല ചില ആൾക്കാർ. കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ദൈവം തരുന്നതായിട്ട് കണക്കാക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു അമ്മ പറഞ്ഞു ദൈവം തരുന്നതായിട്ട് കണക്കാക്കിയ എന്താ ഗുണമെന്ന് അറിയാമോ? കർത്താവ് തരുന്ന രീതികളുടെ അത് വിശുദ്ധ ലൂക്ക 6:36 എന്താണ്? അവൻ തരുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. കൈയിടിച്ച് ശ്രുതികട ലലിയ സ്പർശിക്കണമേ കഥാവേ. ലോകത്ത് നാനാഭാഗങ്ങളിൽ വർദ്ധിക്കുന്നവരെ ഇപ്പോൾ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാകും ആ കുഴപ്പം. ഈ നമുക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ദൈവം തന്നതായിട്ട് നമ്മൾ കരുതത്തില്ല. ദൈവം കിട്ടണവരെ എല്ലാം ദൈവം എന്ന് പറയും. കിട്ടിക്കഴിയുമ്പോൾ ദൈവം തന്നതായിട്ട് കരുതത്തില്ല. ഇതൊരു അപകടമാണ്. പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളെ നയിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ അപകടം നിങ്ങളോട് പറയണത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി കേട്ടൊക്കെ എഴുതി. ഇപ്പോൾ കേട്ടൊക്കെ എഴുതിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്നു. അതാ സാക്ഷിന്ന് കിടപ്പുണ്ടത് യൂട്യൂബിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കേട്ടൊക്കെ എഴുതിയിട്ട് ചേച്ചി മോള് കണക്കെല്ലാം കൂട്ടി നോക്കിയപ്പോൾ ഒരു 94 മാർക്ക് കിട്ടും. 94 മാർക്ക് കിട്ടും അവൾക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു 94 മാർക്ക് കിട്ടും അച്ഛാ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവളുടെ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു എടി കർത്താവ് 93 കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. ഇത് വ്യത്യാസം പറഞ്ഞ ഇതാണ്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് കർത്താവ് കാണിച്ച 93. ആ മാർക്ക് ആര് തന്നതാണ്? കർത്താവ് തന്നതാണത്. അത് എന്തിനാണ് അങ്ങനെ ദർശനം തരണത്? ആ മാർക്ക് അവളുടെ യോഗ്യതയല്ല, നോട്ട് ബൈ മെറിറ്റ് എന്ന് അതിൻ്റെ അർത്ഥം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് ബൈ ഉടമ്പടി എങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ തിയറി അതാണ്. എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണം. ഇപ്പോൾ അവളോട് 94 അല്ല 93 ആണെന്ന് ഈശോ വരാൻ പോകുന്നത്. അതിനോട് ആ കേട്ടക്കിൻ്റെ എക്സാം നോക്കിയിട്ടില്ല, വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചാണ് പറയണത്. 94 അല്ല നിനക്ക് കിട്ടാൻ പോണത്, 93 ആണെന്ന് പറയും. അതെന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കർത്താവാണ് ആ മാർക്ക് അവൾക്ക് കൊടുത്തതെന്ന് പറയണം. അപ്പം നിങ്ങൾ ഓർക്കും അയ്യോ കർത്താവ് കേട്ടൊക്കെ ഇങ്ങനെ പരീക്ഷ നോക്കുക. എൻ്റെ മോളെ കർത്താവ് നോക്കാത്ത ഒന്നുമില്ല, എല്ലാം നോക്കും, എല്ലാം കാണും. നിൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ നിൻ്റെ എല്ലാ വിഷയങ്ങളെയും എപ്പോഴും ശ്രദ്ധിക്കുന്നതാണെന്ന് ആദ്യം അറിയേണ്ടത് നീ തന്നെയാണ്. ചില ആൾക്കാർ അറിയത്തില്ല. ചില ആൾക്കാർ ജയിച്ച് കഴിയുമ്പോൾ പറയാം ഓ പിന്നെ ഞാനേ ഇപ്പം അമ്മമാരൊക്കെ പറയണില്ലേ എനിക്ക് ചില സമയത്ത് സങ്കടം വരും. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മകള് അവർ ഇതുപോലെ 95-96 മാർക്ക് മേടിച്ച് കഴിയണവരെ അമ്മ ഉടമ്പടിയും ചെയ്യും, ഉടമ്പടി പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ നീലത്തിരി രാത്രി പച്ചത്തിരിയൊക്കെ കത്തിച്ചൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ പക്ഷേ പിന്നെ ഈ ഉടമ്പടി ചെയ്ത അമ്മ എന്താ പറയണത്?
ബന്ധുക്കളോടൊക്കെ നാട്ടുകാരോടും പള്ളിയിൽ പോകുമ്പോഴൊക്കെ പറഞ്ഞത് എന്താണ്? പിന്നെ പറയണത് അവരാ കൊച്ചിന് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കം ഇരുന്ന് കഷ്ടപ്പെട്ടതും വിഷമിച്ചതും പഠിപ്പിച്ചതും ഒക്കെയുള്ള കാര്യമാണ്. പിന്നെ വെറുതെയാണ് ഇത്തരം മാർഗ്ഗമുണ്ട്. ഞാൻ ഉറങ്ങി, അവിടെ പരീക്ഷ തുടങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറയും. വിഷയം പറഞ്ഞ ദൈവം തന്നത് ഇപ്പം അമ്മ തന്നതാക്കിയേ. ഇവിടെയാണ് അപകടം വരണത്. ദൈവം കൊടുത്ത മാർക്കാണത്. ഇപ്പം ന്യൂട്രലായിട്ട് ഈ അമ്മ തന്നെ ഈ പന്നി പ്രസവിക്കുമ്പോൾ നമ്മൾ ഈ പന്നി വളർത്തുന്ന ആൾക്കാർക്കറിയാം. ഞങ്ങളുടെ സെമേരി പന്നി ഉണ്ടായിരുന്നു ഒത്തിരി. അത് വളർത്തുമ്പോൾ തന്നെ പന്നി നോക്കുന്ന ആളെന്ത് ചെയ്യുന്നറിയാവുക, പന്നി പ്രസവിക്കാൻ പോകുമ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് മാറത്തില്ല. പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞിനെ എല്ലാത്തിടത്ത് മാറ്റിക്കളയും. എന്താ കാര്യം? ഈ ഗർഭച്ചൂലിയിൽ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ നമ്മൾ അമ്മമാരൊക്കെ പ്രസവിക്കുമ്പോൾ നമ്മൾ കുറേ മരുന്നൊക്കെ കൊടുക്കത്തില്ലേ, അതുപോലെ പന്നി അതിൻ്റെ കുഞ്ഞിനെ തന്നെയാണ് കഴിക്കണത്. പന്നി അതിൻ്റെ കുഞ്ഞിനെ തന്നെയാണ് കഴിക്കണത്. ഒരു 20 പ്രസവിക്കും, ഒരു 7 അതിനപ്പം തന്നെ പന്നി കഴിക്കും. അങ്ങനെയാണ് അത് നേരെയൊക്കെ ഇരിക്കണത്. ഗർഭച്ചൂലിന് വേണ്ടി കഴിക്കണത് സ്വന്തം കുഞ്ഞിനെ തന്നെ കഴിക്കും. ചില അമ്മമാർ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമായിട്ട് കഴിക്കും. അത് പ്രധാന അപകടം എന്ന് പറയണത് പന്നിയുടെ സ്വഭാവമാണ്. ദൈവത്തിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് എല്ലാം കാര്യം നേടിയച്ചും പെട്ടെന്ന് പറയും, ഞാൻ അവളുടെ കൂടെ ഉറക്കം ഇത്ര ദിവസം എൻ്റെ കണ്ണും എന്തെങ്കിലും ഈ ആൾക്കാർ പറഞ്ഞില്ലേ എനിക്ക് ഇരിക്കലും വെച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ തന്നെ പറയും, ഞാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു, ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ ജയിച്ചേനം. അപ്പോഴേ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ കിട്ടേണ്ട അനുഗ്രഹവും മഹത്വവും നമ്മൾ സ്വയമായിട്ട് അടിച്ചു മാറ്റും. ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ചില ആൾക്കാരുടെ നിലപാടുകൾ മാറാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ സാധിക്കാൻ. മനസ്സിലായില്ലേ? ചില ചോദിക്കത്തില്ലേ, എൻ്റെ അച്ഛാ ഇത് എന്താ വസ്തു വിറ്റ് മാറാത്തത്, എന്താ അച്ഛാ വസ്തു വിറ്റ് മാറാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു കാശിന് വ്യഞ്ചരിച്ച് കൊടുക്കും. അപ്പോൾ വസ്തു അത് വിറ്റ് മാറും. വിറ്റ് മാറിയിട്ട് പിന്നെ 2-3 മാസം കഴിയുമ്പോൾ തന്നെത്താൻ അയ്യോ അതിപ്പോൾ ആൻ്റപ്പൻ്റെ വസ്തു അപ്പുറത്ത് വിറ്റല്ല, അശോകൻ്റെ വസ്തു ഇപ്പുറത്ത് വിറ്റല്ല, അതുപോലെ ഇതും വിറ്റ് പോയതാണ്. തീർന്നില്ലേ? കർത്താവ് ഞൊട്ടി. ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ നിങ്ങൾ ആ പരിപാടി കാണിക്കുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സൃഷ്ടവസ്തുക്കൾക്ക് കൊടുക്കും. പണ്ട് മുതലേ മനുഷ്യൻ്റെ ഒരു അപകടമാണിത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം, കർത്താവേ ഈ സംഭവം നടന്ന എൻ്റെ മരണം വരെ ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അങ്ങേക്കല്ലാതെ വരെ ആർക്കും കൊടുക്കത്തില്ല. കാര്യം അത് ഭയങ്കര അപകടം, 1-ാം പ്രമാണത്തിൽ ലംഘനമാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു മഹത്വം, ഇപ്പോൾ വസ്തു വിറ്റ്, അല്ലെ കല്യാണം നടന്ന്, അല്ലെ ജോലി കിട്ടി, അല്ലെ പ്രൊമോഷൻ നടന്ന്, അല്ലെ ക്യാൻസർ സുഖപ്പെട്ടു, ഈ സംഭവം നമ്മളിത് കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലും വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് നമ്മുടെ സ്വന്തം കഴിവായിട്ട് മാറ്റിയോ ഇങ്ങനെ വകമാറ്റി ചിലവഴിക്കരുത്. കണക്കിൽ മാത്രമല്ല, ഇതുപോലെ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മളെ വകമാറ്റി ചിലവഴിക്കും. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കത്തില്ല. ഇത് ആദ്യം മുതലേ ഉള്ള വിഷയമാണ്. ആദ്യം മുതലേ ഇതിനെതിരെയാണ് ഈ 1-ാം പ്രമാണം വരണത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ ഇല്ലാതെ മറ്റൊരു ദൈവം ചിലപ്പോൾ ഞാൻ സ്വയമായിട്ട് തന്നെ മാറിപ്പോകും. ഇപ്പോൾ ഞാൻ പരീക്ഷ ജയിച്ചു, എനിക്ക് നല്ല മാർക്ക് കിട്ടി, അഡ്മിഷൻ കിട്ടി. അതെന്താ ചെയ്യണമെന്നറിയാം? എന്താ കുഴപ്പമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾക്ക് ഒരു അഡ്മിഷൻ കിട്ടി, അതിലൊരു നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ മൈക്രോബയോളജി എന്തെങ്കിലും വിഷയത്തിന് അഡ്മിഷൻ അപ്പോൾ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ISROയിൽ നമുക്ക് ജോലി കിട്ടി. അപ്പോൾ നമ്മളവിടെ ചിലപ്പോഴുണ്ട് നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞാൽ അവിടെ ISROയിൽ ഇരിക്കണത്. അന്ന് മുതൽ നമ്മുടെ വിശ്വാസം മാറും. എന്താ കാര്യം? എന്നേക്കാൾ 1-2 മാർക്ക് മാത്സിന് ഇല്ലായിരുന്ന ആളാണ് ഇപ്പോൾ ISROയിൽ കയറിയിരിക്കുന്നത്. അപ്പം അവളെ കയറിയെങ്കിൽ അല്ലെങ്കിൽ അവൻ കയറിയെങ്കിൽ അതുപോലെ ഞാൻ കയറി. ഇതിൻ്റെ അകത്ത് ദൈവത്തിന് എന്താ പ്രശ്നം? ഇതാ വിഷയം. അത് നമ്മളെപ്പോഴും അപകടകരമായിട്ട് വരാൻ സാധ്യതയുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ഡമ്മികൾ വരും, അനുഗ്രഹത്തിൻ്റെ ഡമ്മികൾ. നമ്മളൊരു സംഭവം നടക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ സ്ഥലം വിറ്റുമാറി, അപ്പോൾ എൻ്റെ സ്ഥലം വിറ്റുമാറിയപ്പോൾ ഞാനിവിടുത്തെ ഇടവക പള്ളിയിൽ അതൊക്കെ ചോരി കാണല്ല, വികാരത്തിനെ പോയി കണ്ടിട്ട് എന്തെങ്കിലും അതിന് സമാധാനം ഉണ്ടാകും. നമ്മൾ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം തന്നെ ചോറുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരായിട്ട് വായിട്ട് നോക്കിയപ്പോൾ മുകളിൽ വെള്ളം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ദൈവമേ എൻ്റെ ആ പറമ്പ് വിറ്റുമാറിയ വികാരത്തിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ കൈക്കാരനോട് പറഞ്ഞിട്ട് ആ സ്തംഭം കർത്താവിൻ്റെ ആലയം ഒന്ന് ചർച്ച നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനപ്പോൾ എൻ്റെ സ്ഥലം വിറ്റുമാറി.
വിറ്റുമാറിക്കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥലം മാത്രമല്ല വിറ്റുമാറിക്കണം, ഗ്രിഗറിയുടെ സ്ഥലവും വിറ്റുമാറിയിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ സ്ഥലം വിറ്റുമാറിയ മാത്രം ദൈവത്തിൻ്റെ കയ്യിലേക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കെയർ ഓഫിലാക്കണത് എന്ന് പിശാച് ഇങ്ങനെ ശത്രു ചെയ്ത പണികളുണ്ടാവും എപ്പോഴും. പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അനുഗ്രഹത്തിൻ്റെ കളകൾ ബൈബിളിലൊരു ചോദ്യമില്ലേ? പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കളകൾ അറിയത്തില്ല. അത് ഞാറ് വളരുമ്പോൾ അതിൻ്റെ കൂടെ കളകളും വളരും. അനുഗ്രഹം ദൈവത്തിൻ്റെ പേരിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ, അനുഗ്രഹം കിട്ടിയ സെക്കൻഡുകൾ സാക്ഷ്യമാക്കി മാറ്റണമെന്നത്. സാക്ഷ്യം പറയാതെ വെച്ചുകൊണ്ടിരുന്ന ക്രമേണ സാക്ഷ്യത്തിൻ്റെ പകരം അതിന് പകരം പിശാചിൻ്റെ സാക്ഷ്യം വളർന്നുകൊണ്ട് വരും. എന്താ കാര്യം? ഉടമ്പടി എടുത്തില്ലേ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ സ്ഥലം വിറ്റു. ഉടമ്പടി എടുക്കാതെ തന്നെ അപ്പുറത്ത് എൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആ സ്ഥലത്ത് അരികിൽ കിടന്ന ഗിരിയുടെ സ്ഥലം ഉടമ്പടി എടുക്കാത്തവൻ്റെ സ്ഥലം വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് കളകളായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ കളകളാൽ ഒരു അനുഗ്രഹം, അതിൻ്റെ ഡെമ്മി അനുഗ്രഹം കണ്ടാൽ നിൻ്റെ വിശ്വാസം പോകുന്നതാണെന്ന് കർത്താവിന് നേരത്തെ അറിയാമെങ്കിൽ നിൻ്റെ ഉടമ്പടി വിഷയം ലാഗ് ചെയ്യും. അതുകൊണ്ട് ആദ്യമേ നീ പറയണം, ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അതിന്റെ വിഷയമല്ല, അവരെങ്ങനെ കാര്യങ്ങൾ നേടുന്നു അതിന്റെ വിഷയമല്ല. ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തന്നാൽ മരണം വരെ ദൈവം തന്നെയാണ് ചെയ്തു തന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഏറ്റു പറയും. ശ്രുതികടെ ശക്തമായി സ്തുതിക്കട്ടെ. ആരാധന കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഈ ഉടമ്പടി ലാഗ് ചെയ്യാനുണ്ടാകുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധാമ ഇപ്പോൾ നമ്മളോട്. അച്ഛൻ ഇതൊന്നും പഠിച്ചിട്ട് പറയണ കേട്ടോ, ഇതൊന്നും പഠിച്ചിട്ട് പറയണില്ല. ഇത് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയതല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് രാത്രിയും പകലും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെല്ലാം പരിശുദ്ധാത്മാവിന് അറിയാം, എന്തെല്ലാം തരത്തിലാണ് ഉടമ്പടിയിലേക്ക് ചെയ്യാൻ സാധ്യത. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലാവും. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് വചനങ്ങളും വചനത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ഒരു ജ്ഞാനം പോലെ വെളിപ്പെടുത്തി തരണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ മേരി ചാക്കപ്പൻ എന്ന് പറഞ്ഞ സഹോദരി ദിവസം സാക്ഷ്യം പറഞ്ഞ മേരി ചാക്കപ്പൻ, തൃശ്ശൂർ മാനാഞ്ചിറ. അവിടെ സാക്ഷ്യം എനിക്ക് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം ഒരു 15 സാക്ഷ്യം വെച്ച് പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയല്ല. പണ്ട് കൃപാസനം കൊറോണയ്ക്ക് മുമ്പ് വെറുതെ ഒരു ചൊവ്വാഴ്ച മാത്രമേ സാക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ അച്ഛൻ ആൾക്കാരെ ഒരു ദിവസം കൊണ്ട് ഇവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരെയും കാണും, ഉടമ്പടി പുതുക്കുന്ന എല്ലാവരെയും കാണും. ഉറഞ്ഞു ചീട്ടുള്ളവർ ഉടമ്പടി ഒരു കൊല്ലമായും പഴക്കമുള്ള അല്ലെങ്കിൽ 9 മാസം പഴക്കമുള്ള ഉടമ്പടിക്കെല്ലാം ഓറഞ്ച് ചീട്ട് കൊടുത്തിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കും. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവരെ കാണുന്നുണ്ട്. എന്താ കാര്യം? ഹൈ എമർജൻസി കേസൊക്കെ വരുമ്പോൾ യെല്ലോ ചീട്ട് കൊടുക്കും, അല്ലാത്തവർക്ക് പച്ചച്ചീട്ട്, 1-2 പുതുക്കെ പച്ചച്ചീട്ട്, 1 മിനിറ്റ് സംസാരിക്കാൻ അനുവാദം കൊടുക്കും. അപ്പോൾ ഇത് നല്ല ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സാക്ഷ്യം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം 18, 20, 22 സാക്ഷ്യങ്ങളൊക്കെ ഒരു ദിവസം വരും. അപ്പോൾ അതിനകത്ത് ഒരു സാക്ഷ്യമാണ് മേരി ചാക്കോ മാനാഞ്ചിറ. മേരി ചാക്കോ തന്നെ സുധിയുടെ അതെ, മേരി ചാക്കപ്പൻ. ആ സാക്ഷ്യം നിർത്തില്ലേ, അതിനൊരു വിഷയം എന്ന് പറയുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി എടുത്തവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും. ചില അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒത്തിരിയോ സാക്ഷ്യം വരുമ്പോഴും ഞാൻ ചില ടിപ്പിക്കൽ സാക്ഷ്യം എടുക്കണം. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മകൻ ഒരു ബിസിനസ് ചെയ്തു ഖത്തറിൽ.
ആ മകൻ്റെ ബിസിനസ് ഖത്തറിൽ ചെയ്തിട്ട് പിന്നീട് അവൻ നാട്ടിലോട്ട് പോരും. നാട്ടിലോട്ട് പോകുമ്പോൾ അവൻ്റെ കടങ്ങൾക്ക് പകരം ഒരു ചെക്ക് അത് അറബിക്ക് കൊടുത്തിട്ടാണ് പോരണത്. അവിടെ തിരിച്ചു പോകാൻ വേണ്ടിയാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ കിടക്കാനല്ലേ, തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഉറപ്പിന് ചെക്ക് കൊടുത്തിട്ട് പോരും. പക്ഷേ അറബി ഒരു പരിപാടി ചെയ്യും. ഇവരിങ്ങോട്ട് വന്നപ്പോൾ പിന്നെ കൊറോണയായി, ഫ്ലൈറ്റ് ബ്ലോക്കായി, പോകാൻ പറ്റാത്ത കണ്ടീഷൻസ് വന്ന്. അപ്പോൾ അറബി എന്താ ചെയ്ത്? അറബി അത് കൊണ്ടുപോയി കോടതി പ്രസൻറ്റ് ചെയ്ത്. പോരെ പുലിവാലിൻ്റെ പരിപാടി. ഇത് അങ്ങോട്ട് ചെന്ന് അപ്പോൾ അറസ്റ്റ് ചെയ്യും, ഇത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും. പക്ഷേ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല, കാര്യം അവൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അവിടെയാണ്, കടയാണ് നടക്കുന്നത്. ഖത്തറിലെ കടയിട്ടിട്ട് ഇങ്ങനെ പോന്നിരിക്കുക. അപ്പോൾ കടം കുറച്ചുള്ളതിന് കണ്ട് അതുകൊണ്ട് അറബിക്ക് ചെക്ക് എടുത്തി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ചെക്ക് ഇവൻ ഇപ്പോൾ കൊറോണ ആയപ്പോൾ തിരിച്ചു പോകാൻ വൈകിയപ്പോൾ തന്നെ അറബി നേരെ കൊണ്ടുപോയി കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് അത് കേസാക്കി. അപ്പോൾ ചെന്ന് ഉടനെ അറസ്റ്റ് ചെയ്ത് അവനെ കോടതി ജയിലിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവൻ്റെ അപ്പൻ അവിടെയുണ്ട് ഖത്തറിൽ. അപ്പോൾ അപ്പൻ അവിടെ ചെന്നിട്ട് 20 പ്രാവശ്യം അപ്പൻ പൈസ കൊണ്ടുപോയി ഈ ചെക്കിൻ്റെ അകത്തുള്ള ചെക്കിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പൈസ കൊണ്ടുപോയി അറബിയുടെ കയ്യിൽ കൊടുത്തു. ചെക്കിൻ്റെ അത്രയും പൈസ, കാര്യം മകന് ചെല്ലണ്ടേ, തിരിച്ചു ചെല്ലണ്ടേ. അപ്പം അത്രയും പൈസ കൊണ്ടുപോയി അപ്പൻ അറബിയുടെ കയ്യിൽ കൊടുത്തു. പ്രശ്നം തീർന്ന്. പക്ഷെ പ്രശ്നം തീരത്തില്ല. എന്താ പ്രശ്നം? ആ പൈസ കോടതി കൊടുക്കേണ്ടതാണ്. കേസ് കോടതിയിലല്ലേ കിടക്കണത്. ആ പൈസ കോടതി കൊടുക്കേണ്ടതാണ്. സിസ്റ്റത്തിൽ കേസ് കിടക്കും. അറബി കൈസ് മേടിച്ച് പെട്ടിലിട്ട്, പക്ഷേ സിസ്റ്റത്തിൽ കേസ് കിടക്കും. കേസായിട്ട് തന്നെ ഇവൻ ജെല്ലി ഇറങ്ങുക, ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതൊരു മണ്ടത്തരായി. അപ്പോൾ പിന്നെ എന്താണ്? അവിടെയും പെട്ട്. പിന്നെ എന്താ മാർഗമുള്ളത്? ഉടനെ നാട്ടിൽ വൈഫ് വന്ന് ഉടമ്പടി ചെയ്തു. ബ്ലോക്കായി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ തടസ്സം, ബന്ധനം, ബ്ലോക്ക് എന്നൊക്കെ പറയലേ. അപ്പോൾ ചെന്ന് പെട്ടിരിക്കുകയും ഉടനെ ഈ ചേച്ചി വന്ന് മേരിച്ചക്ക വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് ഈ അപ്പം തന്നെ പല പ്രാവശ്യം ചെന്ന് 20 പ്രാവശ്യം പൈസ കൊണ്ട് അറബിക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ടേ പിന്നെ മകനെ തിരിച്ച് ഖത്തറിൽ കൊണ്ടുവരണ്ടേ? പറ്റണിയിലില്ല, കേസ് സിസ്റ്റത്തിൽ കിടപ്പില്ലേ. പിന്നെ എന്താ മാർഗം? അറബി പോയി കോടതി പറയണം. എന്താണ്? കാശ് റെമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. തരാനുള്ള കാശ് തന്നിട്ടുണ്ട്, അവനെ കേസ് എനിക്ക് കേസില്ല എന്ന്, എനിക്ക് തരാനുള്ള കാശ് സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കേസില്ലെന്ന് പറയണം. കേസില്ലെന്ന് പറയണമല്ല, ആ കാശ് കോടതി കെട്ടിവെച്ചിട്ട് തിരിച്ചെടുക്കണം. കോടതിക്ക് അറിയണ്ടേ കാശ് കിട്ടിയില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ കുറേ നൂരാൻ വരെ. അതുകൊണ്ട് 20 പ്രാവശ്യം ഇവൻ്റെ അപ്പൻ ഈ അറബിയുടെ ബജ്രിസിൽ പോവും. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടതായി. കാര്യം ഒത്തിരി പേര് ആ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അതായത് ബജ്രിസ് ഓഫീസിൽ പോയിട്ട് 20 പ്രാവശ്യം പോയി. അപ്പോൾ 20 ദിവസം 20 പ്രാവശ്യം പോയിട്ട് പട്ടാങ്ങി പറയും. അപ്പോൾ അറബി പറയണമെന്ന് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ കാര്യത്തിൽ ഞാൻ കോടതി വരത്തില്ല, ഞാൻ ഹൈ സാലറി ഉള്ള അറബി സിറ്റിസണാണ്, ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഷെയിമാണെന്ന് പറയും. ഇന്ത്യക്കാരൻ്റെ കാര്യത്തിന് വേണ്ടി കോടതി ചെല്ലണത് അയാൾക്ക് ഷെയിമാണ്. കാശ് മേടിച്ച് യോഗരിയുടെ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇന്ത്യക്കാരൻ്റെ കാര്യത്തിന് വേണ്ടി കോടതി പറയണത് എനിക്ക് ഷെയിമാണ്, ഞാൻ വരത്തില്ലെന്ന് പറയും. 1-2 പ്രാവശ്യമല്ല. നിങ്ങളാണെന്ന് ആ ഓഫീസിൽ പോയി അറബിയോട് പറയണമെങ്കിൽ എന്ത് വിഷമം നോക്കുണ്ടാവും. അപ്പോൾ അയാൾ വരത്തില്ല, അയാൾ ഷെയിമാണ് അയാൾക്ക് വരണത്. അപ്പോൾ എന്ത് ചെയ്യും? വൈഫ് വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് വൈഫിൻ്റെ ഉള്ളിലെ ഒരു ബുദ്ധി വരും, പരിശുദ്ധാത്മാവ് കൊടുത്ത ബുദ്ധി. എന്ത് ബുദ്ധിയാണ്? ഇനി ഹസ്ബൻഡ് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോകണം. അപ്പോൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി അയില എന്നൊക്കെ പറയണതെല്ലാം ഇതുപോലെ പലതരത്തിലുള്ള അതിർത്തി വിലക്കൽ, അശുദ്ധജീവികളുടെ ബന്ധനം, രോഗസൗഖ്യം, തടസ്സ നിവാരണം, ഇങ്ങനെ കുറേ അധികം പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ 12 പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ നിങ്ങൾക്ക് തരണത്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുകയല്ല ചെയ്യണത്, പ്രാർത്ഥന പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ. അപ്പം ഞങ്ങൾ പ്രാർത്ഥന പ്രഖ്യാപിച്ചാണ് ഇത് അച്ഛൻ വെഞ്ചരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റോമ 10:9 അനുസരിച്ചാണ് പ്രാർത്ഥന പ്രഖ്യാപിക്കണത്. പ്രാർത്ഥിച്ച് വെഞ്ചരിക്കുകയല്ല, പ്രാർത്ഥന പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. 10:9 അനുസരിച്ചുകൊണ്ട്, റോമ 10:9 യേശു കർത്താവാണ്. പിന്നെന്താണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടാക്കണം, നല്ലതായിരിക്കും. സാമ്പത്തിക കടങ്ങളുള്ളവരും രോഗങ്ങളുള്ളവരും അതിർത്തി തർക്കങ്ങളുള്ളവരും ഏതെങ്കിലും അവസ്ഥയിൽ പോയി പെട്ടിരിക്കുന്നവരൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും വലിയ റിലീസിങ് ഫോർമുലയാണിത്. എന്താണ്?
റോമ 10:9 അത് പറഞ്ഞ് യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇത് വെച്ചാണ് ഈ വെഞ്ചേരി വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുലയാണ്. എന്താണ്? യേശു കർത്താവാണെന്ന അധരം കൊണ്ട്. ഞാനിത് എപ്പോഴും പറയും, എല്ലാ ധ്യാനത്തിലും പറയും. എന്താ കാര്യം എന്നറിയാമോ? ജനങ്ങൾക്ക് അതിൻ്റെ നോ ഹൗ, അതിൻ്റെ ജ്ഞാനസൂത്രം അറിയണം. അല്ലെങ്കിൽ അവർ സാധാരണ ഉപ്പ് ഉപയോഗിക്കും. അങ്ങനെയല്ല, വെഞ്ചരിപ്പിനൊരു ഫോർമുലയുണ്ട്, അതിനൊരു ബേസ്മെൻ്റ് ഉണ്ട്. എന്താണ്? അധരം കൊണ്ട് ഏറ്റുപറയും. എന്താണ് ഏറ്റുപറയണത്? നമ്മൾ യേശു കർത്താവാണ്. അറബിയല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഓരോ സാധനത്തിന് ആൻറ്റി വേർഡുണ്ട്, അതിൻ്റെ ആൻറ്റി ഷാഡോ. നമ്മളിവിടെ അറബിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ചേച്ചി എന്താ ചെയ്യണത്? ചേച്ചി ഖത്തറിൽ ചെന്നേച്ചും ഹസ്ബൻഡിനോട് പറയും, ഇനി നിങ്ങൾ പോകുമ്പോൾ ഈ ഉപ്പും കൊണ്ട് പോകാൻ പറയും. എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം ചൊല്ലി അറബിയുടെ പടിക്കൽ ഇട്ടേക്കാൻ പറയും. വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനയുടെ മെയിൻ സംഭവം എന്താണ്? വിശ്വാസ പ്രമാണം. അതെന്താണ്? അത് ഈ റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. അപ്പോൾ പിന്നെ കർത്താക്കന്മാർ വേറെ ആരുമില്ല. ഒരു വില്ലേജ് ഓഫീസർ പറയാണ് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാലും, വരുമാന സർട്ടിഫിക്കറ്റ് തരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞാലും, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടേ? അപ്പോൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങി വില്ലേജ് ഓഫീസ് നടത്തുന്ന അയാൾ തരത്തില്ല. ചിലപ്പോൾ പേടിയാണ് പുള്ളിക്ക്. പറഞ്ഞ വയസ്സന്മാരാണെങ്കിൽ തരികയില്ല. എന്താ കാര്യം? ഇനി റിട്ടയർഡ് ആകാൻ വേണ്ടി 2-3 മാസമേ ഉള്ളതാണ്, മകളെ കെട്ടിക്കാനുള്ളതാണ്. എങ്ങാനും വല്ല കംപ്ലയിൻറ്റ് വന്ന പുള്ളിയുടെ ശമ്പളം പിടിച്ച് വെക്കണം. കാരണം ഒരു വില്ലേജ് ഓഫീസർമാരും തരത്തില്ല. പ്രായമുള്ളവരാണ്, ചെറുപ്പക്കാരാണ്, പിന്നെയൊക്കെ സഹായിക്കും. തഹസിൽദാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവരെയും ഞാൻ കൂട്ടി ഒരുമിച്ച് പറയുകയല്ല. ഓഫീസർമാർ പ്രായമാകും തോറും അവരുടെ പെൻഷൻ പ്രശ്നങ്ങളെക്കുറിച്ചും സർവീസ് ഏരിയയെക്കുറിച്ചൊക്കെ അവർ വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകും. അപ്പോൾ അവരൊരു സേഫ് സോണിലൂടെ അവർ പോകത്തുള്ളൂ. ഒരു പ്രശ്നമായിട്ട് അവസാനം ഉണ്ടാക്കണ്ട, നല്ല പെൻഷൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് അപ്പോൾ അതൊന്നും ചെയ്യണത്. അപ്പോൾ അവർ പേടിച്ചിട്ടാണ് അവിടെ തരാത്തത്. നമ്മൾ ചെല്ലണം, നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചെല്ലേണ്ട വാക്ക് എന്താണ്? ബൈബിൾ എടുത്തിട്ട് 10:9 വായിക്കണം. എന്താണ്? വില്ലേജ് ഓഫീസറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. പറഞ്ഞു മനസ്സിലായില്ലേ? തഹസിൽദാറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇത് പെട്ടെന്ന് വായിക്കണമല്ല, ഒരു കുറച്ച് വായിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വചനമല്ലേ വായിക്കണത്. വചനം വായിക്കും തോറും വചനത്തിന് നിനക്ക് അഭിഷേകം തരും. കാര്യം വിശ്വാസം വിട്ടുപോരാത്ത വിശ്വാസമുണ്ട്, വിട്ടുപോരുന്ന വിശ്വാസമുണ്ട്. വിശ്വാസം അഭിഷേകമായില്ലെങ്കിൽ വിട്ടുപോരും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചില പേപ്പറില്ലേ, പേപ്പറെല്ലാം ഒട്ടിച്ച് ഭിത്തിയെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ പേപ്പർ വരും അല്ലേ? പക്ഷെ നല്ലതല്ലെങ്കിൽ അത് ഉറന്നു പോകും. ഇതുപോലെ ചില ആൾക്കാരുടെ വിശ്വാസം വിട്ടുപോകുന്ന കാര്യം അത് അഭിഷേകമാകാത്തത് കൊണ്ടാണ്. വിശ്വാസം അഭിഷേകമായി. ഇപ്പം സ്തുതിച്ച മക്കളെ സ്തുതിക്കട്ടെ. അഭിഷേകമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടിയുടെ ഓരോ മകളെയും കർത്താവേ അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരെ നമ്മൾ ലേവിയുടെ പുസ്തകം
പഴയ നിയമത്തിലെ പുസ്തകമാണ്, 21-ാം അധ്യായം 12-ാമത്തെ വാക്യം. ലെവ്യ 21-ാം അധ്യായം. ഇതെങ്ങനെയാണ് അഭിഷേകം വന്നില്ലെങ്കിൽ വിട്ടുപോരാൻ സാധ്യതയുണ്ട്. ഓരോ വചനത്തിൻ്റെയും പ്രശ്നം അതാണ്, വിശ്വാസത്തിൻ്റെ പ്രശ്നം അതാണ്. എങ്ങനെ അഭിഷേകം വരണം എല്ലാ അച്ഛൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ഗുണം ചെയ്യും. ഇവിടെ കണ്ടോ, ലേവ്യ 21:12 ഏറ്റു പറഞ്ഞ്, അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോകുകയോ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത്. എന്തെന്നാൽ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട്. അഭിഷേകം കിട്ടുമ്പോഴാണ് നമ്മൾ വിട്ടു പോരാത്തത്. അതുപോലെ അഭിഷേകം എങ്ങനെ കിട്ടാം? പെട്ടെന്ന് നമുക്ക് അഭിഷേകം കിട്ടത്തില്ല. അഭിഷേകം പലപ്പോഴും കിട്ടുന്ന ആവർത്തനത്തിലൂടെയാണ്. വചനങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു റോമ 10:9 എന്ന് പറഞ്ഞു. അത് നിങ്ങൾ പ്രാവശ്യം എഴുതി പോയി വായിച്ച്. അങ്ങനെ അഭിഷേകം കിട്ടത്തില്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം എവിടെ പോയാലും. ഇപ്പം നിങ്ങൾ ഒരു പരീക്ഷ എഴുതി വിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പരീക്ഷ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ നിലയം വിളിച്ചിരിക്കരുത്. എന്താ കാര്യം? മാർക്ക് നോക്കണ ആളല്ല കർത്താവ്. നിങ്ങൾ എഴുതി വിട്ട പേപ്പറും അല്ല, ഉത്തരപ്പേപ്പറും അല്ല കർത്താവ്. ആരാ കർത്താവ്? യേശുവാണ്. അവൻ ആരാണ്? അവൻ രണ്ട് കാര്യം നമ്മൾ പറയണത്. എന്താ പറയണത്? ഒന്ന്, യേശു കർത്താവാണെന്ന് അത്തരം കണ്ട് നമ്മൾ ഏറ്റു പറയും. യേശു കർത്താവായത് എങ്ങനെയാണ്? മരിച്ചു ഉയർത്തുന്നപ്പോഴാണ്. അപ്പം മരണത്തെക്കാൾ വലുതൊരു സംഭവം നടക്കുമോ മനുഷ്യന്? ഇല്ല. മരിച്ചവളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവളാണ് നമ്മൾ വിശ്വസിക്കണത്. നിൻ്റെ എല്ലാ മരിച്ച അവസ്ഥകളിൽ നിന്നും, എല്ലാ മരിച്ച അവസ്ഥകൾ, എല്ലാ ബന്ധനങ്ങൾ, ഇപ്പം ഈ മനുഷ്യൻ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുതൽ പ്രാപിക്കണം. എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കും. അതാണ് അഭിഷേകം എന്ന് പറയണത്. ആ വിശ്വാസത്തിൽ നമുക്ക് അഭിഷേകം കിട്ടും. അല്ല ഒരു വചനം വല്ലപ്പോഴും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അറിയില്ല. ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? യേശു കർത്താവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ഒരു കർത്താവും ഇല്ലെന്നതിൻ്റെ അർത്ഥം. തീർന്ന് വേറെ ഒരു കർത്താവുമില്ല. എന്താ? ആകെപ്പാടുള്ള കർത്താവ് ആരാണ്? യേശുവാണ്. അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ മരിച്ചവളിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. ഒന്ന് പറഞ്ഞാൽ യേശുവാണ് കർത്താവ്. അവൻ മരിച്ചവളിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പം അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്താണ്? ദൈവത്തെ, പിതാവിനെ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ഉയർപ്പിക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. യേശുവിനെ മരിച്ചോന്ന് ഉയർപ്പിച്ചവൻ. ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും മൃതാവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കും. അപ്പൊ ഈ റോമ 10:9 കൂടെ വരണം നമ്മൾക്ക് എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? ഇപ്പം എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവനെ മരിച്ചൊന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നാണ് അപ്പോസ്തലന്മാർ കണ്ടെത്തിയത്. എന്താണ്? യേശുവിനെ മരിച്ചോന്ന് ഉയർപ്പിച്ചവൻ. ഏറ്റു പറഞ്ഞേ, നമ്മുടെ മർത്ത ശരീരങ്ങളെയും മൃതാവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കും. അപ്പോഴ് ഒറ്റ പ്രഖ്യാപനത്തോടെ നമുക്ക് രണ്ട് ഇഫക്റ്റാണ് ഇതിനകത്ത് വരണത്. ഇപ്പം ഇപ്പോൾ ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞാൻ ഇത്രയൊന്നും എഴുതിയില്ലേ, എനിക്കറിയാൻ കിട്ടുന്ന മാർക്ക്. പക്ഷെ മാർക്ക് വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. എന്താ കാര്യം? യേശു അതിനെ ഉയർപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥയും. ഇത് തന്നെയാണ് നിനക്ക് ജീവിതത്തിൻ്റെ. ഇപ്പം ചെറിയ പറഞ്ഞില്ലേ, അച്ഛാ എൻ്റെ ഇൻ്റർവ്യൂ വളരെ മോശമായിരുന്നു, പൊട്ട ഇൻ്റർവ്യൂ ആണ്. എലിസബത്ത് വർഗീസ് എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറയുന്നുണ്ട്. 70,000 പേര് കണ്ടതാണ് സാക്ഷ്യം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എലിസബത്ത് വർഗീസ്. അവളുടെ സാക്ഷ്യം എന്താ അറിയാമോ? അവൾ 2002 നേഴ്സിംഗ് പാസ്സായതാണ്, BSc. കഴിഞ്ഞ മാസം ഞാനത് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ എന്താണ് ഇത്? അവൾ പറയും, ഞാൻ 2020 വന്ന് 2/2/2020 അന്നാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്, രാവിലെ 9 മണി. എന്താ അത്? ഇട്ടിപ്പെട്ട് സാക്ഷ്യമാണ് പറയണത്. എന്താ വെച്ചാൽ
2002 BSc നേഴ്സിംഗ് പാസ് ഔട്ടായിട്ട് ഈ 18 കൊല്ലം അവൾ ഡെഡ് ബോഡി പോലെ ഇരിക്കുക. 18ാമത്തെ കൊല്ലം അവൾ വന്നു. എവിടെ വന്നു? കൃപാസനത്തിൽ വന്ന് 9 മണിക്ക് അവൾക്ക് പേപ്പർ കിട്ടിയെന്ന്. ആ സമയം അവർ ഓർത്തിരിക്കുകയാണ്. ആ സമയം ഓർത്ത് സാക്ഷ്യം പറയാൻ കാര്യം എന്താ? അവളുടെ ജീവിതം മാറ്റിമറിച്ചത് ആ ഒരു പച്ച പേപ്പറാണ്. അവൾ എന്താ പറഞ്ഞിരിക്കുന്നറിയാവോ? ഞാൻ OIT എന്ന് ഇവിടെ എഴുതിയപ്പോൾ മുകളിൽ അമ്മ പറഞ്ഞ് ഗവൺമെൻറ് എഴുതി വെക്കടിയെന്ന്. ഗവൺമെൻറ്റിന് ഇവിടുന്ന് കിട്ടുന്നത് എന്ത് ഗവൺമെൻറ്റുമായിട്ട് എന്ത് ബന്ധം? എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ അമ്മയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഗവൺമെൻറ് എഴുതി വെച്ചു. അതിൻ്റെ അകത്ത് രാത്രിയായപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് വിളി വന്ന് OIT പരീക്ഷ ഇപ്പോൾ അവിടെ എഴുതണില്ല, MOH എഴുതണില്ല. അതുവരെ ഗവൺമെൻറ് കിങ്ങിൻ്റെ ഹോസ്പിറ്റലിലോട്ട് ഇത് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കിങ്ങിൻ്റെ രാജാവിൻ്റെ, സൗദിയിലെ രാജാവിൻ്റെ. നിങ്ങൾ ഏജൻസി പറഞ്ഞു നിങ്ങൾ അതിന് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവളെ ചോദിച്ചു അത് ഗവൺമെൻറ്റിനാണ്? അത് ഗവൺമെൻറ്റിനാണ്. എൻ്റെ അമ്മ രാവിലെ പറഞ്ഞതാണല്ലോ എന്ന് ഓർത്തുന്നു. രാജാവിൻ്റെ ഇൻ്റർവ്യൂവിന് പോകും. പക്ഷേ ഇവൾ 2002 പാസ് ഔട്ടായ ആൾ 2018 ഇൻ്റർവ്യൂവിന് പോയ നഴ്സുമാർക്കറിയാം അതിൻ്റെ അവസ്ഥ. 6 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന്. ഇത്രയും ഗ്യാപ്പിലാണ് ഈ വർക്ക് ചെയ്യണത്. ഇത് പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചില്ല, കാര്യം പഠിച്ചിട്ട് എനിക്ക് തലയ്ക്കാറുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് അച്ഛൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന്. ഞാൻ എന്നെ പകർത്തി പറയുകയല്ല, എൻ്റെ പ്രസംഗം എൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത് ഈശോയ്ക്ക് തന്നതാ. ഞാനത് കേട്ടോണ്ടിരുന്നെന്ന്. അതും കേട്ടോണ്ടിരുന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കണം. എന്താ കാര്യം? കർത്താവ് പ്രവർത്തിക്കുക. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ തലയിലൊന്നും നിൽക്കണില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം കർത്താവിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നെന്ന്. എന്നിട്ട് ഞാൻ 9 മണിക്ക് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ പ്രസംഗം ഓൺ ചെയ്ത് എൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് ഞാൻ ചെന്ന് അവരെ അവിടെ ഏനൊക്കെ പറഞ്ഞ്. കാര്യം എനിക്ക് വെളിയില്ലല്ലോ, എനിക്ക് കിട്ടണില്ലല്ല. അവരോട് ഏതാണ്ടൊക്കെ പറഞ്ഞു. അവർ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ്. എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും പിടിയില്ല. അതൊക്കെ അവൾ നന്നായിട്ട് പറയുന്നുണ്ടത്. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് വിളിയുണ്ടായി, നിങ്ങൾ സെലക്റ്റഡ് ആയെന്ന്. എത്രയോ പേരിൽ നിന്നാണ് അവൾ ഒറ്റയ്ക്ക് സെലക്റ്റഡ് ആകണത്. അവൾ തിരിച്ചു വന്നിട്ട് ജോലിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് സാക്ഷ്യം പറയും ഇപ്പോൾ ഒരു NRI ഫോം ഞാൻ അന്ന് അമ്മയോട് ചോദിച്ചാണ്, ഇനി ഉടമ്പടി എടുക്കും എനിക്ക് NRI ഫോം തരണമെന്ന്. ഇടയാക്കൾ വന്നു, ഇപ്പം അമ്മ തന്നു എന്ന് പറഞ്ഞു. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, OIT എക്സാം എഴുതുന്നവരെ, IELTS എഴുതുന്നവരെ, MOH എഴുതുന്നവരെ, കർത്താവേ നൈപുണ്യ പരീക്ഷ എഴുതുന്നവരെ, യോഗ്യതാ പരീക്ഷ എഴുതുന്നവരെ ഈശോയെ സ്പർശിക്കണമേ. അപ്പോൾ ഈ വചനങ്ങളെ, എൻ്റെ മക്കളെ, വചനങ്ങളെ അഭിഷേകമാക്കി മാറ്റണം. ആവർത്തിച്ച് പറഞ്ഞും പ്രാർത്ഥിച്ചുമാണ് വചനങ്ങളെ അഭിഷേകമാക്കി മാറ്റണത്. ഈ അഭിഷേകത്തോടെ നമ്മൾ പോകണം. എവിടെയാണ് തടസ്സമുള്ളത്? ഇവിടെ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ആരാണ് ചെയ്തിരിക്കണത്? അതായത് മേരി ചാക്കപ്പൻ എന്താ ചെയ്തിരിക്കണത്? നേരെ അവിടെ പോയി. എന്താ മേരി ചാക്കപ്പൻ്റെ പ്രശ്നം എന്താ? മേരി ചാക്കപ്പൻ്റെ പ്രശ്നം എന്താ? അവളുടെ കാശ് കൊണ്ട് അറബി എടുത്ത് പോക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് നേരത്തെ. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു അങ്ങയുടെ ദയാ കടാക്ഷത്തിന് വേണ്ടി പുറകെ നടക്കുകയാണ്. അയാൾ പറയുന്നത് ഞാൻ വരത്തില്ലെന്ന് പറയും. നിങ്ങൾ എങ്ങനെ ഇവിടെ പോയി തൂങ്ങാൻ പറയും. അവസാനം ഒരു മാർഗ്ഗമില്ല. ഇവർ വൈഫ് ഉടമ്പടി എടുത്ത് അങ്ങോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് വൈഫ് അവരോട് പറയും, പരിശുദ്ധാത്മാവ് അവർക്ക് പ്രവർത്തിക്കും. ഈ ഹസ്ബൻഡ് പറയും, നിങ്ങൾ ഈ ഉപ്പ് കൊണ്ടുപോയി അറബിയുടെ ബിച്ചിരിസിൽ കവാടത്തിൽ ഇടണം. അതിലെന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം ചെല്ലണം. തീർന്നു. എന്താ കാര്യം? ഞങ്ങൾ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ ശക്തി ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത് റിലീസ് ചെയ്യണം. എങ്ങനെ തിരിച്ച് റിലീസ് ചെയ്യണം? എങ്ങനെ? വീണ്ടും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴാണ് നമ്മളത് റിലീസ് ചെയ്യണം. പവർ റിലീസ്. അപ്പോൾ വെഞ്ചരിപ്പ് വസ്തുക്കളിലേക്കുള്ള പവർ, ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന പവർ നമ്മൾ വീണ്ടും റിലീസ് ചെയ്യണം. കാര്യം എന്താണ്? എപ്പോഴും ദാനം, എല്ലാ കർത്താവിൻ്റെ വാക്കുകളിലെല്ലാം ദാനമല്ലേ ഇരിക്കണത്. വാഗ്ദാനമെന്ന് നാം പറയത്തില്ലേ? വാഗ്ദാനം. ഈശോമിശോയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ എന്നല്ലേ പറയണത്. സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അപ്പോൾ വാഗ്ദാനം വരുമ്പോൾ പരിശുദ്ധ മാതാവ് ഉത്സവം അവിടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം റിലീസ് ചെയ്യാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന പേരാണ് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം. കൈ ഇട്ടിച്ച് ശ്രുതിക്കട്ടെ. മാധ്യസ്ഥത്തിലുടമ്പടി എല്ലാ മക്കളെയും ആരാധന
സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഈ വാഗ്ദാനം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ദാനത്തിൻ്റെ രൂപത്തിലാണ് വാക്കിൻ്റെ ഉള്ളിൽ പോലെ ഇരിക്കുന്നത്. വെഞ്ചരിപ്പിൽ ഞങ്ങൾ ചെല്ലുന്ന വാക്കാണ് പറയണത്. യേശുവിൻ്റെ നാമത്തിലെ യേശുവിൻ്റെ നാമത്തെ വാക്ക് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ട് മാറും, ദാനമായിട്ട് മാറും. ഈ വാഗ്ദാനത്തിൽ നിന്ന് നമുക്ക് ഈ ദാനത്തെ റിലീസ് ചെയ്യാൻ പറ്റും. അവിടെ ദാനം ആരാണ്? യേശുവാണ്. ദൈവത്തിൻ്റെ ദാനം എന്താണ്? സർവേശ്വരൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവാണ്. ഒന്ന് പറഞ്ഞേ, സർവേശ്വരൻ്റെ വാഗ്ദാനം ആരാണ്? യേശുവാണ്. മറന്നു പോകരുത്. അപ്പോൾ വാഗ്ദാനങ്ങളിൽ യോഗ്യരാകുവാൻ ആരാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടത്? സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവ്. അപ്പം സർവേശ്വരൻ്റെ വാഗ്ദാനം ആരാണ്? യേശുവാണ് വാഗ്ദാനം. അപ്പോൾ സർവേശ്വരൻ്റെ വാഗ്ദാനത്തെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപ്പിലേക്കും ഉടമ്പടി തൈലങ്ങളിലേക്കും എല്ലാം ആ കർത്താവിൻ്റെ ശക്തിയാണ് വരണത്. യേശുക്രിസ്തു ശക്തിയാണ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? 1 കൊരിന്ത്യൻസ് 1:24 ഏറ്റു പറഞ്ഞേ. 1 കൊരിന്ത്യൻസ് 1:24. ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ടെലിവിഷൻ ചാനലുകളിലൂടെ സമർപ്പിക്കുന്നവരെ ഈ വാഗ്ദാനത്തെ നമ്മൾ എന്താ ചെയ്യണത്? ഈശോമിശ വാഗ്ദാനത്തെ നമ്മൾ പ്രാപിക്കണല്ലേ ചെയ്യണത് അല്ലേ? ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം ആരാണ്? യേശുക്രിസ്തു ആരാണ്? ശക്തി. മനസ്സിലായില്ലേ? യേശുക്രിസ്തു ആരാണ്? ശക്തി. ഈ ശക്തി നമ്മുടെ ബോഡിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് സൗഖ്യം. ഈ ശക്തി നമ്മളുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വന്നാൽ അത് ബ്ലെസ്സിങ്. ഈ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അത് കൃപ. പ്രീഡിലെ എല്ലാം ആരാണ്? യേശുവാണ്. അപ്പോൾ യേശുവാണ് ഈ വിശ്വാസപ്രമാണം ചൊല്ലി അറബിയുടെ വാതിക്കൽ കൊണ്ടുപോയിട്ട് ബജീസെ വായിക്കൊണ്ടുപോയിട്ട് ഇവൾ ഈ ചേട്ടൻ വിശ്വാസപ്രമാണം ചൊല്ലി ഒപ്പിടും. എന്താണ്? യേശുവിനെ അവിടെ റിലീസ് ചെയ്യും. എന്താണ് യേശു എന്നെ റിലീസ് ചെയ്താൽ കുഴപ്പം എന്താ? എല്ലാ നാമങ്ങളുടെയും കീഴിലാണ്, യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ് ഏത് അറബിയും. പറഞ്ഞ മനസ്സിലായില്ലേ? യേശുനാമത്തിൻ്റെ ശക്തി അറിയണം. ഏത് അറബിയായാലും ആരായാലും ഏത് മനുഷ്യനായാലും ഇനി തിന്മയുടെ ശക്തിയാണെങ്കിൽ അതും എന്തിൻ്റെ കീഴിലാണ്? യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ്. ഒന്ന് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിലാണ് എല്ലാ ശക്തികളും. അപ്പം യേശുവിൻ്റെ നാമത്തിന്, അതുകൊണ്ടാണ് പത്രോസൊക്കെ പറയണത് 4:12 മറ്റൊരുവരിലും രക്ഷയില്ല. നടപടി 4:12 പറയത്തില്ലേ? മറ്റൊരുവരിലും രക്ഷയില്ല. ഏറ്റു പറഞ്ഞേ, ആകാശത്തിനും ഭൂമിക്കുമിടയിലെ മനുഷ്യന് രക്ഷ നൽകാൻ, ശക്തി നൽകാൻ, സൗഖ്യം നൽകാൻ, ബന്ധനത്തിന് വിടുതൽ നൽകാൻ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന.